Meet the editors. വിധി പ്രതീക്ഷിച്ചതോ എന്നാണ് ചോദ്യം. വിധി 3215 ദിവസത്തിൻ്റെ കാത്തിരിപ്പായിരുന്നു. ആ വിധി വരുമ്പോൾ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ പ്രോസിക്യൂഷൻ ചുമത്തിയ എല്ലാ വകുപ്പുകളും ശരിവെച്ചുകൊണ്ടാണ് ശിക്ഷിച്ചിരിക്കുന്നത്. അതിലൊരു സംശയവും കോടതിക്ക് വന്നില്ല. എന്നാൽ 7 മുതൽ 10 വരെയുള്ള പ്രതികളുടെ കാര്യത്തിൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് പ്രോസിക്യൂഷൻ കണ്ടെത്തിയത് കൃത്യമായ കാര്യം. പക്ഷേ 7 മുതൽ 10 വരെ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല. ഇതാണ് ഈ വിധി. അപ്പോൾ ആ വിധി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നിലവിൽ വിധി പ്രതീക്ഷിച്ചതോ? ഈ വിധി പ്രതീക്ഷിച്ചതെന്നാണ് എന്നുള്ളതാണ്. കാരണം കോടതി ഈ വർഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ടല്ലോ, അത് നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ടൂളാക്കപ്പെട്ടവർ അല്ലെങ്കിൽ ടൂളായവർ ഇപ്പോൾ പ്രതികളായിരിക്കുന്നു. ആരാണ് ആ ടൂൾ ഉപയോഗിച്ചത് എന്നുള്ളവർ പുറത്തു നിൽക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ തെളിവുകളുടെ അഭാവമല്ല. പ്രോസിക്യൂഷൻ ഇത് ഗൂഢാലോചന തെളിയിക്കുക എളുപ്പമല്ലല്ലോ. ഇപ്പോൾ ക്രിമിനൽ ഗൂഢാലോചന എങ്ങനെയാണ് തെളിയിക്കുന്നത്? അതിൽ മൊഴികളുടെയും സാഹചര്യ തെളിവുകളും തമ്മിൽ കോർത്തു വെച്ചുകൊണ്ടാണ്. ആ നടപടികളിലേക്കൊക്കെ പ്രോസിക്യൂഷൻ വളരെ ഗംഭീരമായി തന്നെ കടന്നു പോയിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. ഓരോ ഘട്ടത്തിലും അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 125 തെളിവുകളാണ് പരിഗണിക്കപ്പെടാതിരുന്നത്. 125 തെളിവുകൾ. അതിൽ നമ്മൾ ഏറെ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, മെമ്മറി കാർഡ്. മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ 3 തവണ മാറി എന്നുള്ളത്. ആ മെമ്മറി കാർഡ് എവിടെയായിരുന്നു? കോടതി മുറിയിലായിരുന്നു. ഈ പറയുന്ന വിധി പ്രസ്താവിച്ച കോടതി മുറിക്കുള്ളിൽ നിന്നാണ് ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദി ആരാണ്? ആ ചോദ്യമുണ്ടല്ലോ. അത് പരിശോധിച്ചോ? അത് എവിടേക്കൊക്കെ പോയിരിക്കുന്നു? എങ്ങനെയാണ് അതിന് ഹാഷ് വാല്യൂ മാറിയത് എന്ന പരിശോധന ഉണ്ടായിട്ടുണ്ടോ? അതുണ്ടായിട്ടില്ല. നമുക്കറിയാം 2 പ്രോസിക്യൂട്ടർമാർ വേണ്ടെന്ന് വെച്ച് മടങ്ങിയിട്ടുണ്ട്. മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ബയസ്ഡ് ആയിട്ടാണ് വിചാരണ കോടതി പെരുമാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രോസിക്യൂട്ടറെങ്കിലും മാറിയത്. ഒരാൾ അത് പ്രതികരിച്ചിട്ടുമില്ല. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ പ്രോസിക്യൂട്ടർമാർക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, അതിജീവിതയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അതിജീവിത ബർഖാദത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, താൻ കരഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഓടിയെന്ന്. അപ്പോൾ കരഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ എന്താണ്? അതിജീവിത കോടതിയെ സമീപിക്കുന്നത് ഒരു വനിതാ ജഡ്ജി വേണമെന്ന് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ്. കുറച്ചുകൂടി നീതി പ്രതീക്ഷിക്കും. കുറച്ചുകൂടി ഒരു വനിതയിൽ നിന്ന് തനിക്ക് അനുകൂലമായ അല്ലെങ്കിൽ തന്നെ കേൾക്കുന്ന ഒരു മനസ്സൊരു സ്ത്രീക്കുണ്ടാകുമെന്നുള്ളതുകൊണ്ടാണ് വനിതാ ജഡ്ജി എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അനുഭവം മറിച്ചായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അവിടുത്തെ വിചാരണ വേളയിൽ പ്രതിഭാഗം അഭിഭാഷകരുടെ ഭാഷ, ഇന്ന് പുറത്ത് പൾസർ സുനിയുടെ ഒരു അഭിഭാഷകൻ പറഞ്ഞു വന്നപ്പോഴേ നമ്മളത് കട്ട് ചെയ്തു. എങ്ങനെയാണ് അതിജീവിതയെ പറ്റി പറഞ്ഞത് എന്ന വാക്ക് നമ്മളത് കേട്ട ഉടനെ നമ്മൾ ഓഡിയോ മ്യൂട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിലപ്പുറം കോടതി മുറിയിൽ നടന്നിരിക്കാം. പ്രതിഭാഗം അഭിഭാഷകർ ചെയ്യും. അതല്ലാതെ ജഡ്ജിയുടെ ഭാഗത്തും ആ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം അവരുടെ അനുഭവത്തിൽ നിന്നും പ്രതികരണത്തിൽ നിന്നും ഈ ജഡ്ജിയെ വേണ്ട എന്ന് ആവശ്യപ്പെടുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സ്വാഭാവികമായും സാധാരണഗതിയിൽ കോടതി അത് പരിഗണിക്കാറില്ല. ജഡ്ജിയെ മാറ്റിത്തരണമെന്നുള്ള ആവശ്യം സാധാരണഗതിയിൽ പ്രതികരിക്കില്ല. അതാണ് ഹൈക്കോടതിയിലും സംഭവിച്ചിട്ടുള്ളത്. അതവിടെ നിൽക്കുന്നു. പല തവണയായി മുന്നോട്ട് വച്ച തെളിവുകൾ നമുക്കറിയാം. സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയതിന് ബേക്കൽ പോലീസ് സ്റ്റേഷനിലും പീച്ചി പോലീസ് സ്റ്റേഷനിലും കേസെടുത്തിട്ടുണ്ട്. അതെന്തായി? സാക്ഷികൾ എങ്ങനെയാണ് സ്വാധീനിക്കപ്പെട്ടത്? നമുക്കറിയാം 28 സാക്ഷികൾ മൊഴി മാറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണ് മൊഴി മാറ്റിയത്? എന്തായിരുന്നു അവർ നേരത്തെ പോലീസ് നൽകിയ മൊഴി? അത് നമ്മൾ വായിച്ചിട്ടുള്ളതാണല്ലോ. അതിൽ ഒരു വിവരം ഉണ്ടായിട്ടില്ല. പിന്നീട് വിചാരണ തടസ്സപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചതിൻ്റെ വിവരങ്ങളും ഒരു ഘട്ടത്തിൽ പുറത്തു വന്നാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും കോടതി ഒരു പ്രതികരണം നടത്തില്ല. ഇനി ദിലീപിൻ്റെ മൊബൈലുകൾ, അത് ഹൈക്കോടതിയാണ് മൊബൈലുകൾ ആവശ്യപ്പെട്ടത്. നമ്മൾ അത് ആ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്താണ്. മൊബൈലുകൾ കൊണ്ടുതരുന്നില്ല. ഓരോ ന്യായം പറഞ്ഞ് അത് നീട്ടി കൊണ്ടുപോകുന്നു. അവസാനം കോടതി അഭ്യർത്ഥിക്കുകയാണ്, അതൊന്ന് തന്നുകൂടെയെന്ന്. കോടതിയുടെ നിസ്സഹായാവസ്ഥ, അതൊന്ന് തന്നുകൂടെയെന്ന്. എന്നിട്ട് അതിലെ തെളിവുകൾ നശിപ്പിച്ച ശേഷം ആ ഫോണുകൾ കൊണ്ടുവരുന്നു. അതവിടെ നിൽക്കുന്നു. ബാലചന്ദ്രകുമാർ, ഈ കേസിൻ്റെ 2ാമത്തെ ഘട്ടമാണല്ലോ. ബാലചന്ദ്രകുമാർ കൊടുത്ത തെളിവുകൾ ഓഡിയോ അടക്കമുണ്ട്. അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന്മേൽ എന്ത് പരിശോധന നടത്തി? നമുക്കറിയാമോ? അതിൽ പരിശോധന നടത്തി. എന്താണ് കോടതി പറയുന്നത്? ഒരു തരത്തിലും ഗൂഢാലോചന തെളിയിക്കുന്ന തെളിവുകളില്ല എന്നുള്ളതാണ്. അതിലേക്ക് കടന്നിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. ഈ കാര്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഇനി ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ, ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ 110 ദിവസമാണ് വിസ്തരിച്ചിരിക്കുന്നത്. 110 ദിവസം. അതിലൊരു അസ്വാഭാവികതയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ വിസ്തരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ 110 ദിവസം വിസ്തരിക്കുന്നു. അതും പ്രതിഭാഗം അഭിഭാഷകന്റെ ക്രോസ് വിസ്താരം 87 ദിവസവും പ്രതിഭാഗം അഭിഭാഷകന്റെ ക്രോസ് വിസ്താരമാണ് നടന്നിട്ടുള്ളത്. ഇതവിടെ നടക്കുന്നു. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ നേരെ വധഭീഷണി എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ആ കേസ് പരാതി അവിടെ കോടതിയുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊന്നും തന്നെ കോടതി പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഞാനടങ്ങുന്ന ചില മാധ്യമപ്രവർത്തകരുടെ പേര് പറഞ്ഞൊരു വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ആ വ്യാജ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്താണ്, ദിലീപിനെ പൂട്ടണം എന്ന പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ്, അതെവിടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? അത് കോടതി പരിശോധിച്ചോ? അതും കോടതിയുടെ മുന്നിൽ പരാതിയായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കോടതി പരിശോധിക്കുന്നത്? ഇതൊന്നും പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി പിന്നെ ഈ കൊട്ടേഷൻ
പൈസയ്ക്ക് ഈ 101 നമ്പർ രേഖയുണ്ട് പോലീസ് സമർപ്പിച്ച. അതിൽ 8-ാം പ്രതി പോലീസുമായി ബന്ധപ്പെട്ട് പറയുന്ന കൊട്ടേഷൻ, പോലീസിന് പറഞ്ഞിരിക്കുന്ന കാര്യം കൊട്ടേഷൻ പൈസയ്ക്ക് തന്നെ വിളിക്കുന്നു. ആര്? പൾസർ സുനി വിളിക്കുന്നു എന്ന പരാതി പറയുകയാണ്. അതെന്താണ്? അത് ഇവർ തമ്മിൽ ബന്ധമില്ലാത്ത ഒരാൾ, തനിക്ക് പരിചയമില്ലാത്ത ആൾ വിളിക്കുമോ? അവനവന് തന്നെ പറയാകുന്ന ഒരു മൊഴിയാണ്, അല്ലെങ്കിൽ ഒരു പരാതിയാണത്. അതിന്മേൽ എന്ത് പരിശോധന ഈ കോടതി നടത്തിയിരിക്കുന്നു? അപ്പോൾ അത് നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ കോടതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറയാം, എന്തൊക്കെ പറഞ്ഞുകൂടാ എന്നൊക്കെ പറയുമ്പോഴും കോടതി മുറിയിൽ ജഡ്ജി ഈ 8-ാം പ്രതി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന കണ്ട സാക്ഷികളുണ്ട്. ഇന്നത്തെ ദിവസമല്ല, ഇതിനു മുമ്പ്. അപ്പോൾ ഇതൊക്കെ നൽകുന്ന സൂചനകൾ എന്താണ് എന്നുള്ളതാണ്. ഇത് ബയസ്ഡായ ഒരു വിധിയാകും എന്ന് കണ്ടുകൊണ്ടാണ് ഒരു പ്രോസിക്യൂട്ടറെങ്കിലും ഇതിൽ നിന്ന് പിന്നാക്കം പോയതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്തിനാണ് ബലാത്സംഗം ചെയ്യുന്നവർ അത് വീഡിയോയിൽ പകർത്തുന്നത്? ആ വീഡിയോയിൽ പകർത്തിയ ദൃശ്യങ്ങൾ എന്തിനു വേണ്ടിയാണ്? അവർക്ക് പിന്നും കാണാനാണോ? അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. അത് പിന്നെയും കൈമാറി പോയിട്ടുണ്ടല്ലോ. അതിന്മേലെന്ത് പരിശോധന കോടതി നടത്തിയിരിക്കുന്നു? ഈ പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനൽ, അതോടൊപ്പമുള്ള 6 പേർ, ഇവർക്ക് ഈ നടിയുമായിട്ട് എന്ത് മുൻ വൈരാഗ്യമാണുള്ളത്? അതേസമയം മഞ്ജു വാര്യർ നൽകിയ മൊഴിയുണ്ടല്ലോ മുൻ വൈരാഗ്യത്തെക്കുറിച്ച്. ആ വൈരാഗ്യം കോടതി പരിശോധിച്ചോ? അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ഈ അതിജീവിതയോട് ഈ വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണമെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അത് കോടതി പരിശോധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അപ്പോഴും പ്രതി പുറത്തേക്ക് വന്ന ഇപ്പോൾ കുറ്റവിമുക്തനായി പുറത്തേക്ക് വന്ന ദിലീപിൻ്റെ പ്രതികരണം പ്രധാനമാണ്. അതിൽ ക്രിമിനൽ ഗൂഢാലോചന എന്ന മഞ്ജുവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തുടങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണത്തിന് നേതൃത്വം വഹിച്ച അന്വേഷണ ഉദ്യോഗസ്ഥയെയും അതിൽ അന്വേഷണത്തിൽ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ, പോലീസുകാരെ ക്രിമിനൽ കൂട്ടമെന്നാണ് പറഞ്ഞത്, ക്രിമിനൽ പോലീസുകാർ എന്നാണ് പറഞ്ഞത്, അവരെയും ക്രിമിനലുകൾ എന്ന് വിളിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന പ്രതികരണം ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ടതിൻ്റെ ആശ്വാസമല്ല പ്രതികരണത്തിലുള്ളത്. അതിലൊരു ധാർഷ്ട്യവും അതിലൊരു ഭീഷണിയുടെ സ്വരവുമുണ്ട്. ഞാൻ പറയുന്നത് സർക്കാർ മഞ്ജു വാര്യർക്ക് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ്. ഞാനത് ഭയക്കുന്നുണ്ട്. കാരണം വൈരാഗ്യം ആണ് കേസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം. ആ വൈരാഗ്യത്തിലാണ് കേസ് നിൽക്കുന്നത്. ഈ ഗൂഢാലോചന വൈരാഗ്യത്തിൽ നിന്ന് ഉയർന്നതാണ്. അതിജീവിതയോടുണ്ടായത് വൈരാഗ്യമാണ് ഈ കേസ്, അല്ലേ? ഇപ്പോൾ പുറത്തു വന്നിട്ടും ആ വൈരാഗ്യ ബുദ്ധിയോടുള്ള പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ആശങ്കപ്പെടുത്തുന്ന പ്രതികരണമാണ് കണ്ടത്. ഇനി നമുക്ക് കാണാം, ഇനി PR ഇൻ്റർവ്യൂകളുടെ മേളം കാണാം. ഇനി ഇവിടെ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ അഭിമുഖം കാണാം. അങ്ങോട്ടേക്ക് ചോദ്യങ്ങൾ എഴുതി കൊടുത്ത് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് അധിക്ഷേപങ്ങളുടെ ഒരു പരമ്പര നമുക്ക് കാണാം. അതിൻ്റെ തുടക്കമാണ് കോടതിയിൽ പുറത്ത് നമ്മൾ കണ്ടത്. അതിൽ മാധ്യമപ്രവർത്തകരടക്കം നമ്മളടക്കമുണ്ടാകാം, നമ്മുടെ സ്വഭാവഹത്യ നടത്തുന്ന പ്രതികരണങ്ങളുണ്ടാകാം. അതിൻ്റെ ഒരു തുടക്കമാണ്. 2 ദിവസം മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ #ഉത്സവം, കണ്ടിട്ടില്ലേ? അപ്പോൾ ഉറപ്പാണ് ഈ വിധി വരുമെന്ന്. ഇന്ന് ജയിലിൽ നിരാഹാരമൊക്കെ നിർത്തി നല്ല കുട്ടിയായി എന്ന് പറഞ്ഞ രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിലാണല്ലോ. രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് 8-ാം തീയതി എന്നെ വിളിക്കണം. അത്രയ്ക്കും ഉറപ്പാണ് രാഹുൽ ഈശ്വറിന്. അപ്പോൾ ആ ഉറപ്പ് ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും പുറത്ത് ഇവർക്കൊക്കെ വിതരണം ചെയ്ത ലഡു ഉണ്ടല്ലോ, അത് കൊണ്ടുപോയി ജയിൽ രാഹുൽ ഈശ്വരനും കൊടുക്കേണ്ടതാണ്. കുറേ കാലം ഇവർക്ക് വേണ്ടി ബാധിച്ചതാണല്ലോ. ഇത് അത്യന്തം നിരാശാജനകമായ വിധിയാണ്. പക്ഷേ മേൽക്കോടതിയിലേക്ക് പോകാം എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു. ഇതിപ്പോൾ 8.5 വർഷമായിരിക്കുന്നു. ഇനിയും ഹൈക്കോടതിയിലേക്ക് പോവുകയാണെങ്കിലും ഇനിയും 5-6 വർഷം എടുക്കുമെന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് അസഫ് അലി പറഞ്ഞ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കാരണം താഴെ കോടതിയിൽ നിന്നും എല്ലാവരും വെറുതെ വിട്ടു, ഹൈക്കോടതിയിൽ നിന്നും അങ്ങനെ തീരുമാനമുണ്ടായി, സുപ്രീം കോടതിയിലേക്ക് പോയി തിരിച്ച് ഹൈക്കോടതി തന്നെ പരിശോധിക്കണമെന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് കൂടുതൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. അതിജീവിതയ്ക്ക് ധൈര്യം കൊടുക്കാൻ ഇവിടുത്തെ പൊതുസമൂഹമുണ്ട്. കാരണം പൊതുസമൂഹം ഇതിലൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്, ഒരു വിധി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ കാണുന്ന പ്രതികരണങ്ങളിൽ നിന്നും എടുക്കുന്ന സമീപനങ്ങളിൽ നിന്നും കേസിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമാണ്. ഇതിൽ മഞ്ജു വാര്യരുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഈ വൈരാഗ്യ ബുദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോഴും ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറഞ്ഞുകൊണ്ട് ആ അതിജീവിതയ്ക്കൊപ്പം ആ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ അന്ന് എല്ലാ സിനിമാ പ്രവർത്തകരും സമ്മേളിച്ച സമയത്താണ് അവരത് പറഞ്ഞത്. ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന ദിലീപുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം, അത് അവരുടെ സ്വകാര്യമായ കാര്യമാണ്, ഒരു ഘട്ടത്തിൽ പോലും ദിലീപിനെതിരെ ഒരു വാചകം അവരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇത്രയും മാന്യമായി ഒരു വിഷയത്തെ കൈകാര്യം ചെയ്ത ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും മാന്യമായിട്ടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല. അവർ ഒരു ഘട്ടത്തിൽ പോലും പുറത്ത് അങ്ങനെ പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ കോടതിയിൽ അവരുടെ നിലപാട് പറഞ്ഞിരിക്കുന്നു. അത് പരസ്യ പ്രതികരണത്തിന് അവർ ഇന്നുവരെയും തയ്യാറായിട്ടില്ല, ഇനിയും തയ്യാറാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഈ വിധി പ്രതീക്ഷിച്ചതോ എന്നതാണ് ചോദ്യം. ജിമ്മി, ഈ വിധി പ്രതീക്ഷിച്ചതോ? ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു വിധി. ദിലീപ് അടക്കമുള്ള എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. ഇന്നലെ കോടതി വിധിയാണ്, വരട്ടെ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചിരുന്നത് ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ്. പക്ഷേ ഒരു കോടതി വിധി വന്നതിന് ശേഷം അതങ്ങനെയല്ല, അതിങ്ങനെയാണ്, അത് ശരിയായില്ല,
അല്ലെങ്കിൽ അതിനകത്ത് വേറെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഒരു വിധി വന്നാൽ വിധി അംഗീകരിക്കണം. നമുക്ക് അനുകൂലമുള്ളപ്പോൾ അതിനെ കൈയടിക്കുകയും അതിനെ എതിർക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തത് വരുമ്പോൾ അതിനെ എതിർക്കാനും പാടില്ല. പക്ഷേ ഈ ലോർഡ് ഹെവേർട്ട് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ നിയമജ്ഞൻ്റെ ഒരു പ്രശസ്തമായ വരിയുണ്ട്. ജസ്റ്റിസ് ഷുഡ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് ഇറ്റ് ഷുഡ് ബി സീൻ ആസ് ഡൺ. നീതി നടപ്പായ മാത്രം പോരാ, നീതി നടപ്പായതായി നാട്ടുകാർക്ക് തോന്നുക കൂടി വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഈ കോടതി വിധി വരുമ്പോൾ ഈ വിധിക്കെതിരെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങളും അസ്വസ്ഥതകളും ഒരുപക്ഷെ കോടതി അലക്ഷ്യമെന്ന് തോന്നാവുന്ന രീതിയിൽ വരെ ആളുകൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഒരു കോടതി വിധിയല്ല, ജഡ്ജിയല്ല, ഒരു കോടതി പരാജയപ്പെടുന്നത്. ഇത് ശരിയായില്ല എന്നും ഇതെന്തൊക്കെയോ കുഴപ്പമാണെന്നും ആളുകൾ പറഞ്ഞു തുടങ്ങിയെങ്കിൽ വിധി നടപ്പായതായി തോന്നിയില്ല ആളുകൾക്ക് എന്നുള്ളതാണ്. അതിനൊരുപാട് സാഹചര്യങ്ങളുണ്ട്. ഈ കോടതി വിധിയുടെ വിശദാംശങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ദിലീപ് കുറ്റവാളിയല്ല, ഗൂഢാലോചന തെളിയിക്കപ്പെട്ടില്ല എന്നവർ പറഞ്ഞു. അതിനപ്പുറം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ കോടതിയുടെ നടപടിക്രമങ്ങൾ, കഴിഞ്ഞ 8 വർഷത്തെ നടപടിക്രമങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സംശയങ്ങളും ഉയർന്ന നടപടിക്രമങ്ങളായിരുന്നു. 6 തവണയാണ് ഈ ജഡ്ജിൽ നിന്ന്, ഈ കോടതിയിൽ നിന്ന് കേസ് മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിത, സർക്കാർ, പിന്നീട് ഒരു NGO വിവിധ കോടതികളെ സമീപിച്ചത്. ഹൈക്കോടതിയെ, സുപ്രീം കോടതിയെ. ഇത് ഇപ്പോൾ ഈ കേസിൽ തിരിച്ചടി നേരിട്ടതായി കരുതപ്പെടുന്ന അതിജീവിത, അവർക്ക് ഈ കേസിൽ പകുതി നീതിയെ ലഭിച്ചുള്ളൂ എന്ന് അവരുമായി ബന്ധപ്പെട്ട എല്ലാവരും പറയുമ്പോൾ അതൊരു വലിയ കല്ലുകടിയായി നിൽക്കുകയാണ്. എങ്ങനെയാണ് അതിജീവിതയായ സ്ത്രീക്ക് വളരെ ക്രൂരമായൊരു ബലാത്സംഗം നടന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായ ഒരു കേസിൽ അവർക്കതിലൊരു തൃപ്തി ഉണ്ടായില്ല ആദ്യം മുതലേ എന്നുള്ളതൊരു വലിയ പ്രശ്നമല്ലേ? നമ്മുടെ നാട്ടിൽ ഈ തുമ്മിയാൽ എൻ്റെ അച്ഛൻ്റെ, അമ്മുമ്മയുടെ, ചേട്ടൻ്റെ, കുഞ്ഞച്ഛൻ്റെ മോൻ ഈ കേസിൽ പ്രതിയായതുകൊണ്ട് ഞാൻ കേസിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് എത്രയോ കേസുകളിൽ ജഡ്ജിമാർ പിന്മാറാറുണ്ട്. ഇവിടെ ജഡ്ജിമാരുടെ അഭാവം വല്ലതും ഉണ്ട്. പക്ഷേ ഒരു അതിജീവിതയ്ക്ക് എനിക്ക് ഈ കോടതിയിൽ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് പല തവണ മേൽക്കോടതികളെ സമീപിക്കുമ്പോൾ അത് അനുവദിച്ച് കൊടുത്തില്ല എന്നുള്ളതൊരു വലിയ സങ്കടം തന്നെയാണ്. വേറൊന്നുമല്ല, ചിലപ്പോൾ ഈ വിധി പൂർണ്ണമായും ആയിരിക്കാം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ അത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് അതിജീവിത വിചാരിക്കുകയും അതേ കോടതി തന്നെ ആ വിധി പറയുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നമുണ്ടെന്നേ. ഇന്ന് മാത്രമല്ല, ഈ കേസിൽ ഞാൻ ഇന്നലെയും പറഞ്ഞു, 2 പ്രധാനപ്പെട്ട പ്രോസിക്യൂട്ടർമാർ ഒഴിവായി പോയ കേസാണ്. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് അങ്ങനെ പ്രോസിക്യൂട്ടർമാർ ഈ കേസുകളിൽ നിന്ന് ഒഴിവായി പോകാറുള്ളൂ. പക്ഷേ ഇവിടെ ഒരാളല്ല, 2 പ്രോസിക്യൂട്ടർമാർ പുറത്തുപോയി എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ സുരേഷനും അതുപോലെ തന്നെ VP അനിൽകുമാറും ഒഴിവായി പോകുമ്പോൾ, സുരേഷൻ എന്ന് പറയുന്നത് വളരെ, ഈ 2 പേരും പരിണിതപ്രജ്ഞരായ വളരെ പ്രധാനപ്പെട്ട അഭിഭാഷകരാണ്. കോടതിയിൽ ജഡ്ജുമായി വളരെ വലിയ വാക്കേറ്റമുണ്ടായ ശേഷമാണ് പുറത്തു വന്നതെന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് അവസാനം പരാതിയായി മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഒരെണ്ണത്തിൽ ജഡ്ജി വിശദമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇങ്ങനെ ഒരേ ചോദ്യങ്ങൾ ആവർത്തിക്കരുതെന്ന് പറയുന്നു, അതിൻ്റെ പേരിൽ തമ്മിൽ തെറ്റുന്നു. മറ്റൊരു ഇതിൽ പ്രധാനപ്പെട്ട സാക്ഷിയായ നടി ഭാമ കോടതിയിൽ വന്ന് ദിലീപ് ഈ കേസിൽ അതിജീവിതയോട് വിരോധമുണ്ടായിരുന്നു, ആ വിരോധം തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ മൊഴി തിരുത്തുമ്പോൾ അതിൻ്റെ ഓഡിയോ റെക്കോർഡുണ്ട്, അത് പ്ലേ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൽ തർക്കമുണ്ടാകുന്നു, അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാകുന്നു. അത് പ്ലേ ചെയ്യണോ വേണ്ടെന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കം ഉണ്ടാകുന്നു. അതിനുശേഷം മറ്റൊരു പ്രതി കൂറുമാറുമ്പോൾ സാക്ഷി കൂറുമാറുമ്പോൾ ആ സാക്ഷി ഇത് മറ്റൊരാളോട് പറഞ്ഞു, അയാളെ സാക്ഷിയായിട്ട് വിസ്തരിക്കാൻ വരുമ്പോൾ അയാളെ സാക്ഷിയാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ആ സാക്ഷി ഞാനാണ് തീരുമാനിക്കേണ്ടത്, കോടതിയല്ല എന്ന് പറഞ്ഞും പ്രോസിക്യൂട്ടർ വഴക്കുണ്ടാക്കുന്നു. അവസാനം സഹിയിട്ടിട്ടാണ് 2020 ഇവർ നവംബർ 23 സുരേഷൻ പോകുന്നത്. 1 വർഷം കഴിഞ്ഞ് ഡിസംബർ 2021 ആകുമ്പോഴേക്കും അനിൽകുമാറും പോകുന്നു. 2 പ്രോസിക്യൂട്ടർമാർ ഒഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ നോക്കൂ, 6 തവണ അതിജീവിതയും സർക്കാരും ഈ കോടതി മാറണമെന്ന് ആവശ്യപ്പെട്ടു. 2 പ്രോസിക്യൂട്ടർമാർ, ഈ പ്രോസിക്യൂട്ടർമാർ ഒരു കോടതിയിൽ അവിശ്വാസം പ്രകടിപ്പിച്ച് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അവരവരുടെ കരിയർ കൂടി മുന്നിൽ വെച്ചിട്ടാണ് ഈ കേസിൽ നിന്ന് പുറത്തു പോകുന്നത്. വേറെ ഒരുപാട് പ്രത്യാഘാതങ്ങളുള്ള കാര്യമാണ്. എന്നിട്ടും അവരത് ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം. ഈ 2 കാര്യങ്ങൾ കൊണ്ടും നീതി നടപ്പായി എന്നൊരു സംശയം ആളുകൾക്കുണ്ടായി എന്നുള്ളതൊരു വലിയ നാണക്കേടാണ്. ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഈ കോടതി വിധിയുടെ ശോഭ കെടുത്തുന്നത് അത്തരമൊരു കാര്യമാണ്. ഒരു ഗൂഢാലോചനയാണല്ലോ ഇതിനകത്ത് ദിലീപിൻ്റെ പുറത്ത് ആരോപിക്കപ്പെട്ടത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലും ഇന്ത്യയിലും നിന്നുള്ള ഒരുപാട് കേസുകളിൽ ഗൂഢാലോചന കുറ്റം കൃത്യമായ തെളിവോ ഓഡിയോ റെക്കോർഡോ വെച്ചല്ല, സാഹചര്യ തെളിവുകൾ വെച്ചാണ് ശിക്ഷിക്കപ്പെടാറ്. ഒരൊറ്റ ഉദാഹരണം പറയാം. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട കേസിൽ സുവർണക്ഷേത്രത്തിൻ്റെ പടവുകളിലിരുന്ന് സംസാരിച്ച് ദൂരെ നിന്ന് ഒരാൾ കണ്ടു എന്നതിൻ്റെ പേരിലാണ് ഗൂഢാലോചന കുറ്റത്തിൽ ഒരാൾ അകത്ത് പോകുന്നതും അയാളെ തൂക്കിക്കൊന്നതും. നമുക്കറിയാവുന്ന കേരളത്തിലെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പൂക്കടയിലെ ഗൂഢാലോചന, അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു എന്നത് മാത്രമായിരുന്നു കുഞ്ഞനന്തനെതിരായ കുറ്റം അല്ലെങ്കിൽ തെളിവ്. കുഞ്ഞനന്തൻ ശിക്ഷിക്കപ്പെട്ടു.
കൂടെ ഉണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ള വേറെ കാര്യം. പക്ഷേ കുഞ്ഞനന്തൻ ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഗൂഢാലോചന എന്ന് പറയുന്നത് തെളിയിക്കാൻ വളരെ പാടായതുകൊണ്ട് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള കോടതിയിൽ നിരീക്ഷിച്ചിട്ടുള്ളത്. ഇവിടെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? അടുത്ത സംശയം സ്വാഭാവികമായും 6 പ്രതികൾ ചേർന്ന് ഒരാളെ ആരോ ആട്ടെ അയാളെ പീഡിപ്പിക്കുകയും അതിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും പിന്നീട് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യാനായി അത് ഉപയോഗിക്കുകയും ചെയ്തു പറഞ്ഞാൽ അവർ സ്വന്തം നിലയ്ക്ക് ചെയ്തു എന്ന് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വിവിധ സ്ഥലങ്ങളിലുള്ള പല തരത്തിൽ നിൽക്കുന്ന പ്രതികൾ ഒരുമിപ്പിച്ച ഈ കൃത്യത്തിന് ഒരുമിച്ച് വരികയും അത് ചെയ്യുകയും ചെയ്തത് നിസ്സാരമായ വളരെ ചെറിയ മനുഷ്യരാണ്. ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് ഇത്രയും വലിയൊരു പ്ലാൻ നടപ്പിലാക്കിയെന്ന് കരുതാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ശരി, അതൊക്കെ കോടതിയുടെ കാര്യമാണെന്ന് പറഞ്ഞാൽ ആ വിഷയം വിടാം. പക്ഷേ പ്രത്യക്ഷമായി തന്നെ ഒരു അനീതി ഈ കേസിൽ നടന്നിട്ടുണ്ട്. ആ അനീതിയുടെ കാര്യത്തിലെങ്കിലും ഒരു പരിഹാരമുണ്ടാകണം. അത് ആ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് കോടതിയുടെ കയ്യിലായിരുന്നു. 3 കോടതികളുടെ കയ്യിലുണ്ടായിരുന്നു ഈ കാർഡിൻ്റെ സംരക്ഷണ ചുമതല. 2021 തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ ഒരു പരിശോധന നടക്കുമ്പോൾ ആ പരിശോധനയിൽ ഇത് അനധികൃതമായി 3 പ്രാവശ്യം ആരോ എടുത്ത് നോക്കിയിട്ടുണ്ട് എന്ന് വെളിവാവുകയാണ്. ആ റിപ്പോർട്ട് 2 വർഷം ഒരാളും കാണാതെ അണിയറയിൽ വിശ്രമിച്ചു. റിപ്പോർട്ടർ ടി വിയാണ് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ആ റിപ്പോർട്ടർ ടി വി ആ തെളിവ് പുറത്തുവിടുമ്പോൾ കേരളം ഞെട്ടി. അപ്പോൾ ഓപ്പൺ കോർട്ടിൽ ഇന്ന് വിധി പറഞ്ഞ ജഡ്ജി പറഞ്ഞു, ശരിയാണ്, അത് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ പുറത്ത് കൊടുക്കാത്തതാണ്. അതിജീവിത ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു, ഇപ്പോഴും ആ ജഡ്ജിയുണ്ട്, അദ്ദേഹം പറഞ്ഞു ഇത് പരിശോധിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലായി. ആര് പരിശോധിച്ചു, എന്തിനു പരിശോധിച്ചു, എങ്ങനെ പരിശോധിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ട്രയൽ കോടതിക്ക് നിർദ്ദേശം നൽകി. ആ ട്രയൽ കോടതിയുടെ ഇത് സംബന്ധിച്ചുള്ള കണ്ടെത്തലുകൾ വളരെ കൃത്യമാണ് കേട്ടോ. 3 പേർ പരിശോധിച്ചു എന്നാണ് പറയുന്നത്. ഒരാൾ മജിസ്ട്രേറ്റാണ്, ഒരാൾ ഒരു മജിസ്ട്രേറ്റിൻ്റെ PA ആണ്, ഒരാൾ ട്രയൽ കോർട്ടിലെ ഒഫീഷ്യലാണ്. 3 പേർ അനധികൃതമായി ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് മാത്രമല്ല, ഒരു സ്ത്രീയുടെ മാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും സൂക്ഷ്മതയോടുകൂടി സൂക്ഷിക്കേണ്ട ഒരു തെളിവ്, പീഡന ദൃശ്യം അനധികൃതമായി 3 പേർ പരിശോധിച്ചുവെന്ന് അവസാനം ട്രയൽ കോടതി കണ്ടെത്തേണ്ടി വന്നു. എന്നിട്ടോ എന്ത് നടപടിയാണ് ഉണ്ടായത്? ഒരു നടപടിയും ഉണ്ടായില്ല. വിശ്വസിക്കുമോ? ലോകത്തെവിടെയെങ്കിലും നടന്നാൽ, കോടതിക്കകത്ത് നടന്നാൽ ഇതിന് ഒരു കുഴപ്പവുമില്ലെന്നാണോ? അതിൽ ഇനിയും അന്വേഷണം നടന്നിട്ടില്ല, ഇവരെ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് വിധി നടപ്പായി, ശരി, വിധിക്കകത്ത് ഒരുപാട് വിതർക്കങ്ങളുണ്ട്. അതിൻ്റെ കോടതിയുടെ വേർഡിക്റ്റ് വരുമ്പോൾ, വിധി പ്രസ്താവം വരുമ്പോൾ നമുക്ക് കൂടുതൽ തർക്കിക്കാം. പക്ഷേ കൺമുമ്പിൽ നടന്ന ഈ അനീതി ഉണ്ടല്ലോ, ആ അനീതിയെങ്കിലും മാറ്റാൻ ജഡ്ജിമാർ തയ്യാറാവണം. ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവ് പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി ഡിസ്ക്, അത് 3 പേർ പരിശോധിച്ചിരിക്കുന്നു. 2018 2 തവണ, 2021 1 തവണ. അത് അനധികൃതമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. അത് ആരൊക്കെയാണ് ചെയ്തത് ട്രയൽ കോടതി കണ്ടെത്തി. പക്ഷേ അന്വേഷിക്കില്ല, സൗകര്യമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതങ്ങനെ സംഭവിച്ചു, ഞങ്ങൾക്ക് സൗകര്യമില്ല പറയാമെന്നാ. അതെവിടുത്തെ ന്യായമാണ്? അന്വേഷിക്കണം സാർ. അത് അന്വേഷിച്ചിട്ടെങ്കിലും നിങ്ങൾ ചെയ്തത് ഇന്നത്തെ കോടതി വിധി നീതിയുക്തമാകണമെന്ന് കുറച്ചെങ്കിലും ഞങ്ങളൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഇങ്ങനെ തൊണ്ടിയോടെ പിടിക്കപ്പെട്ട 2 വർഷം ആരും ചെവി അറിയാതെ ഒളിച്ചു വെച്ച ആ തെളിവിൻ്റെ പുറത്തുള്ള, ആ റിപ്പോർട്ടിൻ്റെ പുറത്തുള്ള നടപടിയും അന്വേഷണവും എങ്കിലും ഉണ്ടാകണം. എങ്കിലേ ഈ കോടതി വിധിക്ക് കടലാസിൻ്റെ വിലയെങ്കിലും ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ കേസിൽ ഇപ്പോൾ ഒരു പ്രതി വെറുതെ വിട്ടിരിക്കുകയാണ്. മേൽക്കോടതികൾ പോകുമ്പോൾ സാധാരണ അക്യൂറ്റ് ചെയ്ത ഒരു പ്രതിയെ ശിക്ഷിക്കണമെങ്കിൽ വല്ലാത്ത എവിഡൻസുകളുടെ ഒരു ശരമാല തന്നെ വേണം. ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയെ മേൽക്കോടതി ചിലപ്പോൾ രക്ഷിക്കും, വെറുതെ വിട്ടേക്കാം, തെളിവുകളുടെ അഭാവം. പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ വിട്ട ഒരു പ്രതിയെ ശിക്ഷിക്കാനുള്ള സാധ്യത വിരളമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ അല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പൊതുവേ അതിനെല്ലാം സാധ്യത. ചുരുക്കത്തിൽ ഇനിയെങ്കിലും വിധികൾ നടപ്പിലാക്കുമ്പോൾ, ട്രയലുകൾ നടക്കുമ്പോൾ, വിചാരണ നടക്കുമ്പോൾ അത് നീതിയുക്തമാണ് എന്ന് ഇരകളെ, കക്ഷികളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കോടതി കാണിക്കണം. ഈ കാര്യത്തിൽ ആരാണ് മെമ്മറി കാർഡ് എടുത്ത് കൈവശം വെച്ചത്, ഗുരുതരമായ കൃത്യവിലോപം കാണിച്ചത്, എടുത്തു വെച്ച് ഉപയോഗിച്ചത് എന്നുള്ള കാര്യം പറയാനുള്ള ഉത്തരവാദിത്വം കോടതിക്കുണ്ട്. ഇനിയെങ്കിലും കോടതി അത് ചെയ്യണം. കാരണം വേറെ ആർക്കും തൊടാൻ പറ്റില്ല, പോലീസിന് തൊടാൻ പറ്റില്ല, മേൽക്കോടതികൾക്ക് തൊടാൻ പറ്റില്ല. അത് ട്രയൽ കോടതിയുടെ കയ്യിലാണ്. ഹൈക്കോടതി കൊണ്ടെങ്കിൽ സ്വമേധയായി എടുക്കാമെന്ന് കേൾക്കുന്നു. എങ്കിൽ അതെങ്കിലും ഈ വൈകിയ വേളയിൽ ചെയ്യണം. വിധി പ്രതീക്ഷിച്ചതാണോ എന്ന ചോദ്യത്തിന് 50-50 ചാൻസ് ഉണ്ടായിരുന്നുവെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അപ്പോഴും ഒരു 50% സാധ്യത അവിടെ ഞാൻ കണ്ടിരുന്നു. അത് എല്ലാ വിധേയത്വങ്ങൾക്കുമപ്പുറം
എല്ലാ സ്വാധീന ആരോപണങ്ങൾക്കുമപ്പുറം വിധി പറയാൻ പോകുന്ന ജഡ്ജി ഒരു വനിതാ ജഡ്ജിയാണ്. ഈ ദൃശ്യങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഹൃദയം ഉലഞ്ഞു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ജഡ്ജിയുടെ മനസ്സിലുണ്ടാകുമെന്നും നിലവിൽ ലഭ്യമായിരിക്കുന്ന സാഹചര്യ തെളിവുകൾ ഗൂഢാലോചനയിലേക്ക് നയിക്കുമെന്നുമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിധി വല്ലാതെ നമ്മളെ നിരാശപ്പെടുത്തുന്ന വിധിയാണ്. ജോനാഥൻ സ്വിഫ്റ്റ് എപ്പോഴും പറയാറുണ്ട് ഈ നിയമത്തെക്കുറിച്ച്, നിയമത്തിനെ ഉപമിച്ചിരിക്കുന്ന ഒരു ചിലന്തി വലയോടാണ്. നിയമം ഒരു ചിലന്തി വലയാണ്. ചെറുപ്രാണികൾ ആ ചിലന്തി വലയിൽ കുടുങ്ങും. വണ്ടുകളും പെരുങ്കീടങ്ങളും ആ ചിലന്തി വല ഭേദിച്ച് പുറത്തു പോകും. ഇതാണ് ജോനാഥൻ സ്വിഫ്റ്റ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇന്നു സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയല്ലേ? 1 മുതൽ 6 വരെയുള്ള പ്രതികളെ പ്രോസിക്യൂഷൻ ചുമത്തി എല്ലാ വകുപ്പുകളിലും ശിക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ വകുപ്പുകളിലും കുറ്റം ചെയ്തതായി കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ആ കുറ്റത്തിലേക്ക് പ്രതികളെ നയിച്ചവർ ആര് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാനിത് ആദ്യമേ പറയട്ടെ, ഈ വിധി പ്രതീക്ഷിച്ചതാണോ എന്ന ചോദ്യത്തിന് ഈ വിധി നിലവിൽ ഒരുപാട് റൂമറുകൾ, അഭ്യൂഹങ്ങളൊക്കെ നമ്മൾ കേട്ടെങ്കിലും അപ്പോഴും നമ്മൾ വിചാരിച്ചു ഒരു നീതി പുലരുന്നൊരു വിധി ഈ വനിതാ ജഡ്ജിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. ഇത് വിധിയാണോ അതല്ല ഈ വിധിയിലേക്ക് നയിച്ചത് വിധേയത്വമാണോ എന്നൊന്നും എനിക്കിപ്പോഴറിയില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അണിയറയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ ഇനി വരും ദിനങ്ങളിൽ പുറത്തു വരുമായിരിക്കും. നമ്മുടെ നാട്ടിൽ സമാനമായ വിധികൾ എത്രയോ വന്നു കഴിഞ്ഞു. വിതുര കേസ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ആ കേസിലെ പ്രതികൾ എവിടെയാണ്? ഒരു കട്ടിലിന് ചുറ്റും കേരളത്തിലെ ഒരു പ്രശസ്തനായ മനുഷ്യൻ ഒരു പെൺകുട്ടിയെ ഓടിച്ചിട്ടതിൻ്റെ കഥ പറയുന്നുണ്ട്. ആ അതിജീവിതയുമായി സംസാരിച്ച നിരവധി ആക്ടിവിസ്റ്റുകൾ ആരെയും ശിക്ഷിച്ചില്ല. പ്രകൃതി തന്നെ പിന്നീട് ശിക്ഷ പല കാലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേൾക്കുന്നു. സൂര്യനെല്ലി കേസിൽ താഴ്ന്ന കോടതിയും ഹൈക്കോടതിയും വെറുതെ വിട്ട പ്രതികളെ പിന്നീട് സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് പിന്നീട് വീണ്ടും പിടിക്കുന്നത്. പക്ഷേ അപ്പോഴും സൂര്യനെല്ലി കേസിലെ കുപ്രസിദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചുള്ള വളരെ വളരെ നമ്മുടെ മനസാക്ഷിയെ പിടിച്ചുലച്ച ജഡ്ജ്മെൻറ്റ്, അത് വന്നത് ഈ നാട്ടിലാണ്. ബിഷപ്പ് ഫ്രാങ്കോയെ വെറുതെ വിട്ടത് ഈ നാട്ടിലാണ്. വിതുര കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് ഈ നാട്ടിലാണ്. കിളിരൂർ കേസിൽ യഥാർത്ഥത്തിലുള്ള പ്രതികളെ പിടിക്കാതെ പോയത് ഈ നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ വിധിയും അതിൻ്റെ മറ്റൊരു തുടർച്ചയായി മാറുന്നു എന്നുള്ളതാണ് വളരെ വേദനയോടുകൂടി, വളരെ ആശങ്കയോടുകൂടി ഞാൻ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ സൂര്യനെല്ലി കേസിൽ സംഭവിച്ചതുപോലെ സുപ്രീം കോടതിയിലേക്ക് പോയാൽ ഈ കേസിൽ വെറുതെ വിട്ട പ്രതികളെ ഒരു പക്ഷേ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നേക്കാം. അതൊക്കെ ഇനി ദിവസങ്ങൾ എടുക്കുന്ന കാര്യമാണ്. എനിക്ക് 3 കാര്യങ്ങൾ പ്രധാനമായും പറയണം. ഒന്ന്, ഈ വിധിക്ക് ശേഷം വന്നിരിക്കുന്ന ദിലീപിൻ്റെ പ്രതികരണം അത് സൂക്ഷ്മമായൊന്ന് വായിച്ചെടുക്കുമ്പോൾ അതിലൊരു ആസൂത്രണത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും. ഇതൊരു പ്രീ പ്ലാൻഡായ, പ്രീ സ്ക്രിപ്റ്റഡായ ഒരു സ്ക്രീൻ പ്ലേ ഡയലോഗാണ്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത, മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ഒരു തിരക്കഥാ സംഭാഷണമായിരുന്നു ദിലീപിൻ്റേത്. ടു കോട്ട് ദിലീപ്, ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞതു മുതലാണ് എനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത്. അന്നത്തെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസും ചേർന്നാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായി മുഖ്യപ്രതിയെയും കൂട്ടുപ്രതികളെയും പോലീസ് കൂട്ടുപിടിച്ചു. പോലീസ് ചില മാധ്യമങ്ങളിലൂടെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു. ആ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. പോലീസിൻ്റെ കള്ളക്കഥ പൊളിഞ്ഞു. പ്രീസ്ക്രിപ്റ്റഡായ ആരെയൊക്കെയാണോ ഈ വൈരാഗ്യത്തിൻ്റെ മുനയിൽ നിർത്തേണ്ടത് അവരെ കൃത്യമായി ഉദ്ദേശിച്ചുകൊണ്ട് സന്ധ്യ IPS, മഞ്ജു, ഒപ്പം ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ, ഈ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ TV അടക്കമുള്ള മാധ്യമപ്രവർത്തകർ, എല്ലാവരെയും കുറിച്ചാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ വിധി പ്രതീക്ഷിച്ചതുപോലെ എത്രയെത്രയോ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ സംഭവിച്ചിട്ടുണ്ട്. സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കി, വരാൻ പോകുന്ന സിനിമയുടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി, എല്ലാ PR വർക്ക് ഏജൻറ്റുമാരെയും പണി ഏൽപ്പിച്ചാണ് ദിലീപ് ഈ വിധി കേൾക്കാനായി വന്നിരിക്കുന്നത്. വിധി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും PR ഏജൻറ്റുമാർ പണി തുടങ്ങിക്കഴിഞ്ഞു. വലിയ രീതിയിലുള്ള PR പ്രവാഹമാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുന്നത്. തീർച്ചയായും അതുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ദിലീപ് ഒരു നിസ്സാരക്കാരനല്ല. ഈ കേസിൽ പ്രേക്ഷകർ മനസ്സിലാക്കണം, ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ മലയാള ചലച്ചിത്ര ലോകത്തിലെ സർവ്വശക്തനായിരുന്നു. നിർമ്മാണ മേഖലയിൽ, സംവിധാന മേഖലയിൽ, ഒപ്പം സിനിമയുടെ എക്സിബിഷനുമായി ബന്ധപ്പെട്ട, പ്രദർശനവുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ, നടന്മാരുടെ സംഘടനയിൽ എന്ന് തുടങ്ങി സിനിമയുടെ A to Z ദിലീപിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടൊരു വലിയ നെറ്റ്വർക്കായിരുന്നു. അത് അതിജീവിതയ്ക്ക് നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ ചെറുതല്ല. അതിജീവിതയ്ക്ക് മാത്രമല്ല, അതിജീവിതമാർക്കൊപ്പം നിന്നവർക്കും നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ ചെറുതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രീ പ്ലാൻഡ്, പ്രീ സ്ക്രിപ്റ്റഡായ ഒരു ഡയലോഗ് പോലെയാണ് ദിലീപ് വന്നത് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ മഞ്ജു വാര്യരോടും ഈ നടിയോടും ഒപ്പം നിന്നവരോടും ആ വൈരാഗ്യവും വിദ്വേഷവും എത്രയുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി
പ്രതിഫലിക്കുന്നതായിരുന്നു ദിലീപിൻ്റെ പ്രതികരണം. യഥാർത്ഥത്തിൽ അതാണോ സംഭവിച്ചത്? കോടതിയിൽ വന്ന ഒരു മുഖ്യമന്ത്രിക്ക് ദിലീപ് തന്നെ അയച്ചു കൊടുത്തൊരു പരാതിയുണ്ടല്ലോ, പൾസ് സുനി എഴുതിയൊരു കത്തുണ്ടല്ലോ. ആ കത്തിന്മേലല്ലേ അന്വേഷണത്തിൻ്റെ ആദ്യത്തെ സൂചനയുണ്ടാവുന്നത്? ആദ്യം ഈ അന്വേഷണം ദിലീപിലേക്ക് പോകുന്നതും അവിടെ മുതലല്ലേ? അവിടെ മുതൽ ഇങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് തെളിവുകൾ നമ്മുടെ മുന്നിലേക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കാലം തെളിവുകൾ കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ആ തെളിവുകൾ കോടതിക്ക് ബോധ്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ, സഞ്ജയ് ചന്ദ്ര കേസിലാണെങ്കിലും ശരി, രാജീവ് ഗാന്ധിയുടെ വധക്കേസിലാണെങ്കിലും ശരി, നേരത്തെ പറഞ്ഞ ഇന്ദിരാഗാന്ധിയെ വധിച്ച കേസിലാണെങ്കിലും ശരി, ഒക്കെ പലയിടങ്ങളിൽ ഗൂഢാലോചന തെളിയിക്കാൻ ഈ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്, അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കേസിൽ പക്ഷേ നേരിട്ട് പൾസ് സുനിയുമായി ദിലീപ് സംഭാഷണം നടത്തുന്ന ശബ്ദരേഖയാണ് പ്രതീക്ഷിച്ചതെങ്കിൽ തെറ്റി. പക്ഷേ എത്രയോ പ്രധാനപ്പെട്ട തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. 3 ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതല്ലേ? ഈ പെൺകുട്ടിയെ അതിജീവിതയെ പീഡിപ്പിക്കുന്ന സമയത്ത് അതിജീവിതയുടെ വിരലുകൾ അണിഞ്ഞിരുന്ന മോതിരം ദൃശ്യത്തിൽ വരണമെന്ന് നിർബന്ധം പിടിച്ചു ഈ പറയുന്ന പീഡകനായ പൾസ് സുനി. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി, എന്ത് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഒരന്വേഷണവും ആ ഭാഗത്തേക്ക് ഉണ്ടായില്ലല്ലോ. അവിടെയാണ് ഈ പെൺകുട്ടിയോടുള്ള അതിജീവിതയോടുള്ള മുൻവൈരാഗ്യത്തിൻ്റെ കഥ നമ്മൾ കേൾക്കുന്നത്. വിശ്വാസയോഗ്യമായ മൊഴിയായിരുന്നില്ലേ പലതും? 28 പേർ കൂറുമാറിയെങ്കിലും മുൻവൈരാഗ്യം അതിജീവിതയോടുണ്ടായിരുന്നു എന്നത് ഈ നമ്മുടെ മുന്നിൽ വന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ അന്വേഷണം എവിടെ വരെ എത്തി? പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3, ബാലചന്ദ്രകുമാർ അടക്കം നൽകിയ മൊഴികൾ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം പരിശോധിക്കാതെ പോയത്? പോയിന്റ് നമ്പർ 4, എന്തുകൊണ്ടാണ് ദിലീപ് എന്ന നടൻ പൾസ് സുനിയെ കണ്ടില്ല എന്നും മുൻകൂർ ജാമ്യം എടുക്കുകയും പിന്നീടത് 2 സെറ്റുകളിൽ വെച്ച് ഇവർ കണ്ടു എന്നതിൻ്റെ തെളിവുകൾ പുറത്തേക്ക് വരികയും ജോർജേട്ടൻ സ്ഫുരം എന്ന സിനിമയുടെ സെറ്റിൽ പൾസർ എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ പുറത്തു വരികയും ചെയ്തത്? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വന്നപ്പോൾ പരിശോധിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതെല്ലാം ജഡ്ജിയുടെ കൂടി ഡിസ്ക്രീഷന് കൂടി ബാധകമാണ്. സാഹചര്യ തെളിവുകൾ തെളിയിക്കാൻ, ആ സാഹചര്യ തെളിവുകളിലൂടെ ഗൂഢാലോചനയിലേക്ക് എത്താൻ ജഡ്ജിയുടെ ഒരു മനസ്സവിടെ വേണമായിരുന്നു. അതവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപക്ഷെ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ കേസിൻ്റെ വിധി മറ്റൊന്നാകാം എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് ഈ കേസിൻ്റെ അസ്വാഭാവികതയാണ്, അപൂർവതയാണ്. നാളിന്നു വരെ നീതിന്യായ ചരിത്രത്തിൽ ഒരു വിചാരണ നടക്കുന്ന സമയത്ത് എനിക്ക് ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് കരഞ്ഞുകൊണ്ട് ഒരു അതിജീവിതയും ഇറങ്ങി ഓടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പുറത്തു വന്ന് പ്രതികരിച്ചിട്ടുണ്ടാവില്ല, മേൽക്കോടതികളെ സമീപിച്ചിട്ടുണ്ടാവില്ല. പലതവണ പലകുറി ഈ വിചാരണ കോടതിയിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കില്ല എന്ന് വിചാരണ വേളയിൽ തന്നെ അതിജീവിത പറഞ്ഞ കേസാണ്. 6 തവണ പറഞ്ഞ കേസാണ്. തീർന്നില്ല. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ 2 പ്രധാനപ്പെട്ട പ്രോസിക്യൂട്ടർമാർ, അതിലൊന്ന് സുരേഷനും മറ്റൊന്ന് CBIയുടെ പ്രോസിക്യൂട്ടറായിരുന്ന അനിൽകുമാറും ഈ കേസിൻ്റെ വിചാരണ വേളയിൽ ഈ വിചാരണ രീതിയോട് വിയോജിപ്പ് രേഖപ്പെടുത്തി ഇത് അവസാനിപ്പിച്ചു പോയതാണ്. ഇവിടെ നിന്നും ഈ വിചാരണ കോടതിയിൽ നിന്നും നീതി ലഭിക്കില്ല എന്ന വിമർശനം ഉന്നയിച്ചതാണ്. ഇന്നും സുരേഷൻ അത് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് നിരാശപ്പെടുത്തുന്ന വിധിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 കേസുകൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 3, ഈ അതിജീവിതയുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ട ജുഡീഷ്യറി തന്നെ ആ സ്വകാര്യതയെ അടങ്ങിയ, ആ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് 3 തവണ അനധികൃതമായി ഈ ജുഡീഷ്യറിയിലെ തന്നെ 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കണ്ടിട്ടും അതിനെതിരെ ഒരു നടപടിയും എടുക്കാതെ നിശബ്ദമായിരിക്കുന്നു എന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ സുനിയാൽ പീഡിപ്പിക്കപ്പെടുന്നു, സുനിയും സംഘത്താലും പീഡിപ്പിക്കപ്പെടുന്നു, മറ്റൊരു ഘട്ടത്തിൽ ഒരു വ്യവസ്ഥയാൽ പീഡിപ്പിക്കപ്പെടുന്നു. ആരാണോ നമ്മളെ സംരക്ഷിക്കേണ്ടത് ആ ജുഡീഷ്യൽ സംവിധാനം തന്നെ ആ പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ അനധികൃതമായി കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് അത്യപൂർവങ്ങളിൽ അപൂർവമായൊരു കേസാണിത്. മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം അതിജീവിതയ്ക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. ഒരുപക്ഷെ ഇന്നിപ്പോൾ ഗെറ്റ് ടുഗദർ നടത്തുന്ന വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്ന പ്രതികളെ സംബന്ധിച്ചിടത്തോളം, പ്രതികളായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ തിരിച്ചടിയായേക്കാവുന്ന മറ്റൊരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഈ അതിജീവിതയോട് നമുക്ക് പറയാനുള്ളത്, അതിജീവിത ഈ കേസിൽ ഭാഗികമായ നീതിയാണ് അതിജീവിതയ്ക്ക് ലഭിച്ചത്. പക്ഷേ ഭാഗികമായ നീതി എന്നൊന്നില്ല. നീതി, പൂർണ്ണ നീതി മാത്രമേ നീതിയാവുന്നുള്ളൂ. എല്ലാ ഭാഗികമായ നീതിയും വ്യാജനീതിയാണ്, അത് അനീതിയാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. പക്ഷേ അതിജീവിത ഈ കേസുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാട്, ആ നിലപാടിൽ 8.5 വർഷക്കാലം അടിയുറച്ച് നിന്നതിലൂടെ താൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതിന് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഈ അതിജീവിതയുടെ നിലപാടുകൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ ചെറുതാണോ? ICC എന്ന് പറയുന്നത്, WCC എന്ന് പറയുന്ന വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്, സിനിമാ സെറ്റുകളിൽ ICC കൊണ്ടുവരാൻ കാരണമായത്, ഹേമ കമ്മിറ്റി കൊണ്ടുവന്നത്, സിനിമാ സെറ്റുകളിൽ സിനിമയിലെ തിരക്കഥയിൽ പോലും സ്ത്രീവിരുദ്ധമുള്ള കഥാസന്ദർഭങ്ങൾ ഉണ്ടാകരുത് എന്നൊരു ബോധ്യമുണ്ടായതിന്, അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവന്നത്. കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല ഇന്നത്തെ പ്രതികരണം വായിക്കുമ്പോൾ. എങ്കിൽ പോലും ഈ മാറ്റങ്ങൾക്കെല്ലാം വഴി തെളിച്ചിരിക്കുന്നത്
പറയുന്നത് അതിജീവിതയുടെ ധീരതയാർന്ന നിലപാടാണ്. ആ നിലപാടിനാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഭാഗികമായ നീതി അനീതിക്ക് സമമാണ് എന്നതാണ് എൻ്റെ ടേക്ക്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കേസിൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില പ്രതികരണങ്ങൾ നിങ്ങൾ സൂക്ഷ്മമായി വായിച്ചാൽ, ഈ കോടതി വിധി വരും മുൻപ് തന്നെ പ്രതിക്ക് സംരക്ഷണ കവചമൊരുക്കിയ ഒരാൾ ഇപ്പോൾ തലസ്ഥാനത്ത്, അഥവാ പ്രതിക്ക് അനുകൂലമായി വിധി നേരത്തെ തന്നെ, കോടതി വിധിക്ക് മുമ്പേ തന്നെ പറഞ്ഞൊരു അന്വേഷണ ഉദ്യോഗസ്ഥ തലസ്ഥാനത്ത് മത്സരിക്കുന്നുണ്ട്. ഇതിന് പിന്നിലെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളും ചില വിഗ്രഹങ്ങളുടെ ഇടപെടലുകളും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വരും നാളുകളിൽ ഇത് പുറത്തു വരും. കേൾക്കുന്ന കഥകളിൽ വിഗ്രഹങ്ങൾ വീണുടയാൻ പാകത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് പല കോണുകളിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗിക നീതി അനീതിയാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഈ പോരാട്ടം അതിജീവിത തുടരുമ്പോൾ, ഈ കേസ് സെഷൻസ് കോടതി അവസാനിപ്പിച്ചിട്ടുള്ളൂ. നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഈ കേസ് അവസാനിപ്പിച്ചിട്ടില്ല. വരും ദിവസങ്ങളിലും ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ ഉണ്ടാവും. അത് തീർച്ചയായും അത് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളിലേക്കും ഞങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുകയും ചെയ്യും. ഈ കേസ് അവസാനിക്കുന്ന നിമിഷം വരെ, അന്തിമ വിധി ഏറ്റവും ഉയർന്ന നീതിപീഠത്തിൽ നിന്ന് വരുന്ന നിമിഷം വരെയും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്നുകൊണ്ടുള്ള നിലപാട് റിപ്പോർട്ടർ TV എടുക്കും എന്ന് അതിജീവിതയ്ക്ക് ഉറപ്പ് നൽകുക കൂടി ചെയ്യുന്നു. അതുകൊണ്ട് ഈ വിധി പ്രതീക്ഷിച്ചതാണോ എന്ന ചോദ്യത്തിന്, ഈ വിധി ഇങ്ങനെയാകാമെന്ന് കരുതിയിരുന്നെങ്കിലും പ്രതീക്ഷയുടെ ഒരു കണികയെങ്കിലും ആ കോടതിയിലുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ജോനാഥൻ സ്വിഫ്റ്റിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കട്ടെ. ഈ നിയമം ഒരു ചെലന്തി വല പോലെയാണ്. ആ ചെലന്തി വലയിൽ ചെറിയ പ്രാണികൾ കുടുങ്ങിയേക്കാം, പക്ഷേ വലിയ വണ്ടുകളും വലിയ പ്രാണികളും ആ ചെലന്തി വല പൊട്ടിച്ചു തന്നെ പോകും. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. വിധി പ്രതീക്ഷിച്ചതോ എന്നതാണ് ചോദ്യം. സുജയ, വിധി ഡോക്ടർ അരുൺ 50-50 ആണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ഞാൻ 100% ഈ വിധി ദിലീപിന് അനുകൂലമാകും എന്ന് പ്രതീക്ഷിച്ചയാളാണ്. കാരണം വിചാരണയുടെ ഘട്ടത്തിൽ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ചും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ, ഏറ്റവും ഒടുവിൽ പൾസർ സുനി ഒളി ക്യാമറയിൽ റോഷിപ്പാലിന് കൊടുത്ത അഭിമുഖം, അങ്ങനെയുള്ള തെളിവുകളെല്ലാം വരുമ്പോഴും ഈ വിധിയിൽ അത് ദിലീപ് കുറ്റവിമുക്തനാകും എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട്. പക്ഷേ അതിനു മുൻപ് ഈ പോരാട്ടം നടത്തിയ അതിജീവിതയെ കഴിഞ്ഞ 8.5 വർഷമായി, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങൾ ഓരോ ദിവസവും ഈ കേസിന് ഒപ്പം മലയാളി സഞ്ചരിച്ചത് സമാനതകളില്ലാത്ത ഒരു സഞ്ചാരമായിരുന്നു. ഇതുപോലെ ഒരു കേസ്, സമാനമായ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വലിയ കുറ്റകൃത്യങ്ങൾ, സ്ത്രീകൾക്കെതിരായി നടന്ന അതിക്രമങ്ങൾ ഒക്കെ കേരളം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും കേരളീയ പൊതുസമൂഹം മുഴുവൻ അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസായി ഇത് അടയാളപ്പെടുത്തപ്പെടുകയാണ്. അതിൽ തന്നെ ഇതുപോലെയുള്ള ഒരു നിഷ്ഠൂര കൃത്യം, അത് ഒരു പെൺകുട്ടിയുടെ വിവാഹിതയാകാൻ തയ്യാറെടുത്തിരിക്കുന്ന, വിവാഹമോതിരം എൻഗേജ്മെന്റ് റിംഗ് അണിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഭാവി ജീവിതം തന്നെ ഇരുട്ടിലാക്കാവുന്ന തരത്തിലുള്ള ക്രൂരമായ കൃത്യമാണ് നടന്നത്. അതിനെ അതുകൊണ്ടാണ് കൊട്ടേഷൻ ബലാത്സംഗം എന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തത്. പക്ഷേ ആ ഒരു നിഷ്ഠൂരമായ കൃത്യത്തിനൊടുവിൽ അവൾ നിശബ്ദയാകും അല്ലെങ്കിൽ തോറ്റുപോകും എന്ന് കരുതിയ ഒരു നിമിഷത്തിൽ നിന്നും ഞാൻ അവളെ സല്യൂട്ട് ചെയ്യുന്നത് ആ ഒരു മൊമെന്റിലാണ്. ആ സർവൈവർ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ മുഖം കാണിച്ചുകൊണ്ട് ഇട്ട അന്നത്തെ ആ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, അന്ന് അവൾ ജയിച്ചു. ഈ കേസിൽ അന്ന് അവൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് വരുന്ന ഇപ്പോഴത്തെ ഈ വിധിയിൽ ദിലീപ് കുറ്റവിമുക്തനാകുന്നു. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, ദിലീപ് പ്രതിയാകണം അല്ലെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം, ദിലീപിനെതിരെ തെളിവുകൾ കണ്ടെത്തണം, അങ്ങനെ ഒരു ആക്രോശവും നമ്മൾ നടത്തിയിട്ടില്ല. പക്ഷേ ഈ വിധിയിൽ 1 മുതൽ 6 വരെയുള്ള കുറ്റകൃത്യത്തിൽ നേരിട്ടുൾപ്പെട്ടവർ മാത്രം ശിക്ഷിക്കപ്പെടുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ക്രിമിനൽ ഗൂഢാലോചന എന്നത് പ്രോസിക്യൂഷന് ഇത്രയധികം വിചാരണയിലൂടെ കടന്നു പോകുമ്പോൾ 300 തെളിവുകൾ സമർപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത്. പക്ഷേ ആ 300 തെളിവുകളിൽ ഒന്നുപോലും 6 മുതൽ 6 ശേഷമുള്ള 7, 8, 9, 15 പ്രതികൾക്കെതിരായ അവർ ചെയ്തതെന്ന് ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ തെളിയിക്കുന്നതിന് പര്യാപ്തമായില്ല എങ്കിൽ അവിടെ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ കേസിന്റെ എൻ ടേക്ക് എന്ന് പറയുന്നത്. അവിടെ വിമുക്തരാക്കപ്പെട്ട ആളുകൾ അവർക്ക് കുറ്റവിമുക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വക്കീൽ വാദിച്ചു, അവർക്ക് അത് നേടിയെടുക്കാനും സാധിച്ചു. പക്ഷേ മറുഭാഗത്ത് അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് തെളിവുകളുമായി പോയ ആളുകൾ യഥാർത്ഥത്തിൽ ഉതകുന്ന തെളിവുകൾ അവിടെ സമർത്ഥിക്കാൻ അവർക്ക് സാധിച്ചു എന്നൊരു ചോദ്യം ഇന്നത്തെ ഈ സെഷൻസ് കോടതിയിലെ വിധിന്യായ നിന്ന് വരുന്നുണ്ട്. ഇനി ആ തെളിവുകൾ സമർപ്പിച്ചതിന് ശേഷവും ആ തെളിവുകൾ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോയതാണോ എന്ന ഒരു വാദവും ഉയരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അപ്പീൽ പോകുമെന്ന് ഇപ്പോൾ നിയമമന്ത്രി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ മേൽക്കോടതികൾ ഇനിയുമുണ്ട്. ഈ ഒരു കോടതിയിൽ ഈ കേസ് അവസാനിക്കുകയുമല്ല. ഇനി നമുക്ക് ഈ കേസിന്റെ ബാക്കി മെറിറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ തെളിയിക്കപ്പെടാതെ പോയ കുറ്റത്തിലേക്ക്, കാരണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല, ഇവിടെ ഇപ്പോൾ ഈ വിധി, നിയമം എപ്പോഴും ഒരാളെ ശിക്ഷിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ 300 തെളിവുകൾ അല്ലെങ്കിൽ അവിടെ
അവിടെ വന്ന മൊഴികൾ, വന്ന മൊഴി മാറ്റങ്ങൾ, അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ വിധിന്യായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറ്റവിമുക്തനായ 8ാം പ്രതിയെ മാത്രം വേട്ടയാടുന്നതിൽ കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മൊഴി മാറ്റിയവരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാറ്റി പറഞ്ഞവരെ കുറിച്ചൊന്നും ഒരു ചർച്ചയും നടക്കുന്നില്ലല്ലോ. എല്ലാ ചർച്ചയും എല്ലാ ഫോക്കസും കുറ്റവിമുക്തനായ 8ാം പ്രതിയായിരുന്ന കുറ്റാരോപിതനായ ദിലീപിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യണം. അങ്ങനെയല്ല. അന്ന് മുതൽ നമ്മൾ ഈ സംഭവം അറിഞ്ഞ 2017 ഫെബ്രുവരി 17 മുതലുള്ള എല്ലാ കാര്യങ്ങളും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ആരും അങ്ങനെ വിശുദ്ധരൊന്നും ആകേണ്ടെന്നേ, ആരും അങ്ങനെ ഞങ്ങൾ അവൾക്കൊപ്പമാണെന്ന് ഇപ്പോൾ ആർജവത്തോടെ പറയേണ്ടെന്നേ. ആദ്യം മുതൽ ആരൊക്കെ നിന്നു? PT തോമസിന്റെ അന്നത്തെ നിയമസഭയിലെ പ്രസംഗം ഓർമ്മയുണ്ടോ? അന്ന് PT കൃത്യമായി തുറന്നു കാട്ടിയതാണ് ആദ്യഘട്ടത്തിൽ ഓരോരുത്തരും എടുത്ത നിലപാട് എന്താണെന്ന്. എന്നിട്ട് അവരൊക്കെയാണ് ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ അവൾക്കൊപ്പമാണെന്ന് വന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മാഡത്തിന് ഓർമ്മ കാണും, 2017 മുതൽ ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്ന ആളാണ് മാഡം. ആദ്യഘട്ടത്തിലൊക്കെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, പിന്നീട് പൊതുബോധ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊപ്പം സഞ്ചരിച്ച ആളുകളുമുണ്ട്. അവരെയൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലായി എന്നതുകൂടിയാണ്. അവൾക്കൊപ്പം അവൾ നിന്ന ആർജവത്തോടെ ചേർന്ന് നിന്നവർ എത്ര പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയ പട്ടികയൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിധി പ്രതീക്ഷിച്ചതാണ് എന്ന് പറഞ്ഞത്. ഇനി വാദിക്കും പ്രതിക്കും ഫെയർ ഓപ്പർച്യൂണിറ്റി കോടതിയിൽ നിന്ന് ലഭിക്കണം, ആ ന്യായമായ അവസരം കോടതിയിൽ ഉണ്ടാകണം. അതിനോടൊക്കെ യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഇവിടെ നടിയെ ആക്രമിച്ച കേസ്, അങ്ങനെയാണ് നമ്മൾ ആ കേസിനെ പറയുന്നത്. ഈ കേസിൽ നടിയെ നേരിട്ട് ആക്രമിച്ചിട്ടില്ല 8ാം പ്രതിയായിരുന്ന കുറ്റാരോപിതനായിരുന്ന ദിലീപ്. ഇപ്പോൾ കുറ്റവിമുക്തനാണ്. അപ്പോൾ ദിലീപ് എങ്ങനെയാണ് ഈ കേസിൽ ഉൾപ്പെട്ടത്? കുറ്റകരമായ ഗൂഢാലോചന, ക്രിമിനൽ കോൺസ്പിറസി IPC അനുസരിച്ച്, ഇപ്പോൾ BNS ആണ്, അന്ന് IPC അനുസരിച്ചാണ് കേസെടുത്തത്. IPC 120 എങ്ങനെയാണ് ഉൾപ്പെട്ടത്? ഈ 8ാം പ്രതി ആയതുകൊണ്ട് വെറുതെ വിട്ടതാണോ, അല്ലെങ്കിൽ കുറ്റവിമുക്തനായി മാറിയതാണോ? അങ്ങനെയുള്ള വിവരങ്ങളിലേക്ക്, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് എത്രത്തോളം പോയിട്ടുണ്ട് ഈ കേസിന് ശേഷം? ഇതിൽ വെറുതെ വിട്ടതിന് ശേഷവും വേട്ടയാടുന്നു. ഈ രണ്ട് ദ്വന്ദ്ങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും രണ്ടായി തിരിഞ്ഞുകൊണ്ടുള്ള, ഒരു ഭാഗത്ത് ആഘോഷം, ഒരു ഭാഗത്ത് ആക്രോശം. അതാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അവൾക്കൊപ്പമെന്ന് പറഞ്ഞുകൊണ്ട്, പിന്തുണ അറിയിച്ചുകൊണ്ട്, മേൽക്കോടതികൾ നീതി പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവരെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നേരിട്ട് കുറ്റകൃത്യം ചെയ്യാൻ പോയിട്ടില്ല എങ്കിലും ഒരുമിച്ച് പ്രവർത്തിച്ചു, അത് സമർത്ഥിക്കുന്നതിന് ഇപ്പോൾ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലാണ് ഈ സമർത്ഥിക്കലിലേക്ക് എത്തുന്നതിനായിട്ട് ആധാരമായി മുന്നിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. പക്ഷേ അവിടെ ബാലചന്ദ്രകുമാറിന്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം അവിടെ വിശ്വസിക്കപ്പെട്ടു, അല്ലെങ്കിൽ കോടതിയിൽ കൃത്യമായി അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെയാണ് ഇനി പുറത്തു വരേണ്ടത്. ഇപ്പോൾ പ്രതികൾക്ക് ക്വാണ്ടം ഓഫ് സെന്റൻസ് വന്നതിന് ശേഷമേ വിശദമായ വിധി പ്രസ്താവം വരികയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ 12ാം തീയതി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ പുറത്തു വന്ന, അല്ലെങ്കിൽ ഈ ഒരു കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള 7 മുതൽ ഉള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിധി എന്ന് പറയുമ്പോൾ ആദ്യത്തെ 6 പ്രതികളും ചെയ്ത കുറ്റകൃത്യം എന്താണ് എന്നുള്ളത് വ്യക്തമായ തെളിവുകൾ മുന്നിലുണ്ട്. എവിഡൻസ് അടക്കം കോടതിയുടെ മുന്നിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ IPC 120AB, അതായത് കുറ്റകരമായ ഗൂഢാലോചന, അതിലേക്ക് തന്നെ വരാം. ഇതിൽ ഗൂഢാലോചനകളുടെ രഹസ്യ സ്വഭാവം അനുസരിച്ച് ആ രേഖാമൂലമുള്ള തെളിവുണ്ടാക്കിയൊന്നുമല്ലല്ലോ ആളുകൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തുക. അപ്പോൾ തെളിവുകളില്ലാത്ത ഒരു കാര്യത്തിൽ ആ കൂട്ടിയിണക്കുന്ന തെളിവുകൾ കൊണ്ടുവരുന്നതിൽ എത്രത്തോളം വിജയിച്ചു? 12ാം തീയതി അതിൻ്റെ ആ വിധി പ്രസ്താവം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് കൃത്യമായി അതിജീവിതയ്ക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ നീതി കിട്ടാൻ എന്തെങ്കിലും സാധ്യത അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അവരെ നേരിട്ട് ഉപദ്രവിച്ചവർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു, അത് പോരെ എന്ന് ചോദിക്കുന്നവരോട് അതിൽ അതിജീവിത തൃപ്തിയാണെങ്കിൽ ഇതിനകം തന്നെ അവളുടെ ഒരു പ്രതികരണം വന്നേനെ. ആർജവത്തോടെ അന്ന് പ്രതികരിച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഞാനാണ് അവൾ എന്ന് പറഞ്ഞ അവൾ ഇന്ന് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഇത് അവൾ പ്രതീക്ഷിച്ച നീതിയല്ല. ഈ വിധിയിൽ അവൾ തൃപ്തിയുമല്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഇനി സൂക്ഷ്മ സ്വഭാവത്തിലൂടെയുള്ള ഒരു ഗൂഢാലോചന, അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഓരോ അടരുകൾ, അതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്, അതെങ്ങനെയാണ് ഗൂഢാലോചനയിലൂടെ കൃത്യമായി നടപടികളിലേക്ക് കടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 8ാം പ്രതി കുറ്റവിമുക്തനായത് എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാത്ത പക്ഷം ശിക്ഷിക്കപ്പെടാൻ, സെഷൻസ് കോടതിയിൽ തന്നെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിന്. ഇനി മേൽക്കോടതികളിലേക്ക് പോകുമ്പോഴും അവിടെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മറ്റു പ്രതികളെ അറിയാം, സുഹൃത്തുക്കളാണ് എന്നുള്ള വാക്കാലുള്ള പരാമർശങ്ങൾ പോരാ. ആ വാക്കാലുള്ള പരാമർശങ്ങളിൽ മാത്രം ബേസ് ചെയ്തുകൊണ്ട് അമിതമായ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു വാദം അവിടെ നടന്നോ എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു. എവിടെയാണ് ആ ലൂപ്പ് ഹോളുകൾ വന്നത് എന്നതും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 12ാം തീയതി ആയാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ബിയോണ്ട് റീസണബിൾ ഡൗട്ട്, അങ്ങനെ ഒരു സംശയത്തിന് അതീതമായിട്ടുള്ള ക്രിമിനൽ കോൺസ്പിറസി തെളിയിക്കുന്നതിന് അവിടെ സാധിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ശിക്ഷിക്കപ്പെടാതെ അയാൾ മാറി നിൽക്കുന്നത്. ഇനി ഈ സംവിധാനത്തിലേക്ക് വരാം. ഈ ശിക്ഷയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഈ വിധിക്ക് ശേഷം ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഈ പൾസർ സുനി എന്തിനാണ് ഈ കുറ്റകൃത്യം ചെയ്തത്? ഈ പൾസർ സുനി നേരത്തെയും ഇതുപോലെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുള്ള നടിമാരുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു ഘട്ടത്തിൽ, ഈ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ പുറത്തേക്ക് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നതാണ്. അപ്പോൾ പൾസർ സുനിയെ അങ്ങനെ ഒരു വ്യക്തിയായി കൃത്യമായി അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. അതും പ്രോസിക്യൂഷൻ തന്നെയാണ്. ഇയാളുടെ പശ്ചാത്തലം എന്താണ്, ഇയാൾ നേരത്തെ ചെയ്തിട്ടുള്ള ആക്ട്സ് എന്താണ്, നടിമാരെ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം പ്രോസിക്യൂഷൻ തന്നെയാണ്
തന്നെയാണ് കേട്ടോ മുന്നോട്ട് കൊണ്ടുവച്ചത്. ആ കൊണ്ടുവച്ചതിന് ഒപ്പം ക്രിമിനൽ ഗൂഢാലോചനയിലൂടെ ഈ കാര്യങ്ങൾ ഇതേ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഇതേ പാറ്റേണിലുള്ള ഒരാൾക്ക് ചെയ്യുന്നതിന് അതിനു വേണ്ടിയിട്ടുള്ള പണം വന്നത് എങ്ങനെയാണ്, അതേക്കുറിച്ചൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ക്രിമിനൽ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയാണ് എന്ന് ദിലീപ് പറയുകയാണ്. അപ്പോൾ ഇതിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഇല്ല, ഒരാൾ ശിക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ പൾസർ സുനി ഒറ്റയ്ക്ക് ഇത് ചെയ്തോ? അതാണ് ഇനിയുള്ള അപ്പീലിലൂടെ നമ്മൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യം, പൊതുസമൂഹത്തിന് ബോധ്യപ്പെടേണ്ട കാര്യം. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെ തള്ളി പറയുന്നില്ല, കോടതി വിധിയെ നമ്മൾ ബഹുമാനിക്കുന്നു. കോടതി പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ കണ്ടെത്തലുകൾ അന്തിമമാണ്. പക്ഷേ അതിന് മുന്നിലുള്ള മേൽക്കോടതികളിലേക്ക് പോകാനുള്ള അവകാശം അതിജീവിതയ്ക്കുണ്ട്. അപ്പോൾ അതിജീവിത അവകാശം ഉപയോഗിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 21 മിനിറ്റുള്ള ഒരു വീഡിയോയിൽ തീർന്നു പോകാനുള്ളതൊന്നുമല്ല ഒരാളുടെയും ജീവിതം. പക്ഷേ ഇത്രയും പോരാട്ടം നടത്തിക്കൊണ്ട് അവൾ സമൂഹത്തിന് മുന്നിൽ വിജയിച്ച് തന്നെ നിൽക്കുകയാണ്. അന്ന് പി ടി തോമസ്, ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന പി ടി തോമസിനെയാണ്. അന്ന് പി ടി തോമസ് സംവിധായകൻ ലാലിൻ്റെ വീട്ടിലേക്കാണ് ഈ പെൺകുട്ടി ഓടിക്കയറുന്നത്. അപ്പോൾ മിനിറ്റുകൾക്കകം ബെഹ്റയെ ഫോണിൽ വിളിച്ച് ലാൽ ഈ പോലീസ് അവിടെ എത്തുകയും ചെയ്തു. പി ടി തോമസിനെയും ബെഹ്റയെയും അന്ന് ലാൽ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഇങ്ങനെ ആയിരിക്കുമോ മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ എനിക്ക് ന്യായമായ സംശയമുണ്ട്. കാരണം ഇങ്ങനെയൊരു ക്രൂരകൃത്യത്തിന് ഇരയായ ഒരാൾ എത്രത്തോളം പരാതി നൽകാൻ മുന്നോട്ട് വരും? 2017 ഈ സംഭവം നടന്ന കാലഘട്ടം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 2025. ഇന്നത്തേതുപോലെയുള്ള ഒരു പിന്തുണയും അങ്ങനെ കിട്ടുന്ന ഒരു സമയമായിരുന്നില്ല. 8.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും 2017 അന്ന് പി ടി തോമസ് അവിടെ എത്തിയത് ഈ കേസിൽ നിർണായകമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഉമാ തോമസിന്റെ പ്രതികരണവും ഈ വിഷയത്തിൽ വരുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ആത്മാർത്ഥതയുടെ വിഷയത്തിൽ ഇടപെട്ട മനുഷ്യരുണ്ട്, അവൾക്കൊപ്പം ഇപ്പോഴും തുടരുന്ന മനുഷ്യരുണ്ട്. പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സർക്കാർ ഇക്കാര്യത്തിൽ ആദ്യം തന്നെ ഒരു പ്രതികരണം നടത്താൻ സജി ചെറിയാൻ തയ്യാറായില്ല. പിന്നീട് നിയമമന്ത്രി പി രാജീവ് വന്നിട്ടാണ് ആ ഒരു പ്രതികരണം നടത്തുന്നത്. അതൊക്കെ ഈ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്ന കാര്യമാണ്. അല്ല, നിയമമന്ത്രിയാണെങ്കിലും അപ്പീൽ പോകുമെന്ന് പറയുന്നതിനായിട്ട് അല്ലെങ്കിൽ അപ്പീൽ പോകേണ്ടതാണ് എന്ന് പറയുന്നതിന് അതൊക്കെ ഒന്ന് കൂടി ആലോചിക്കണമെന്ന് പറഞ്ഞൊരു അഴകുഴമ്പൻ മറുപടി അല്ലല്ലോ വരേണ്ടത്. സിനിമാ വ്യവസായത്തെ അല്ലെങ്കിൽ സിനിമാ സാംസ്കാരിക മന്ത്രിയോടാണ് ചോദ്യം ചോദിച്ചത്. പോവില്ല എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും അതിൽ എടുത്തിട്ടുള്ള ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹം പരിശോധിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നിയമമന്ത്രിയാണല്ലോ അതിലൊരു അങ്ങനെയെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. ഞാനല്ല വ്യത്യാസത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും ആത്മാർത്ഥത സജി ചെറിയാന്റെ പ്രതികരണത്തിൽ നമുക്കത് സംശയം തോന്നിയതാണ്. എന്തായാലും അത് സിനിമാ മന്ത്രിയുടെ കാര്യം. ഇനി സിനിമാ സംഘടനകളുടെ കാര്യം. ദിലീപിന്റെ ഒരു കത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. ഫെഫ്കയിലേക്ക് തിരിച്ചെടുക്കാൻ പോകുന്നു. എന്ത് കാരണത്താൽ ഒഴിവാക്കിയോ ആ കാരണങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് താരസംഘടനയായ അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫിയോക്ക് എല്ലാവരും കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു തിരിച്ചുവരവ്, ഒരു സർവ്വപ്രതാപിയായിട്ടുള്ള ദിലീപിന്റെ തിരിച്ചുവരവ് തന്നെയായിരിക്കും ഇനി കാണാൻ പോവുക. ഇനി വരാൻ പോകുന്ന സിനിമ അത് സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ട് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ വിജയത്തോടെ, ഒരു വലിയ വിജയത്തോടുകൂടി ഇൻഡസ്ട്രിയിലേക്ക് സർവ്വപ്രതാപത്തോടെയും തിരിച്ചെത്തുന്ന ദിലീപിനെ തന്നെയായിരിക്കും കാണാൻ പോവുക. കാരണം അയാൾ കുറ്റവിമുക്തി. വിധി പ്രതീക്ഷിച്ചതാണോ എന്നതായിരുന്നു ചോദ്യം. നമുക്ക് ശ്രീകുമാരൻ തമ്പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റോടെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹം ഇന്ന് എഴുതിയിരിക്കുന്ന പോസ്റ്റാണ്. ഞാനിന്ന് വായിക്കാനെടുത്ത പുസ്തകം പ്രശസ്ത ബംഗാളി നോവലിസ്റ്റ് ബിമൽ മിത്ര എഴുതിയ വിലയ്ക്ക് വാങ്ങാം എന്ന പുസ്തകമാണ്. അത് ഞാൻ 3-ാം തവണയാണ് വായിക്കുന്നത്. ഭൂമിയിൽ എന്തും വിലയ്ക്ക് വാങ്ങാം എന്ന് വിശ്വസിക്കുന്ന അഘോരൻ അപ്പൂപ്പൻ എന്ന കഥാപാത്രത്തെ മറക്കാനാവില്ല. സത്യമല്ലേ, ഇന്ന് ഈ ഭൂമിയിൽ എന്താണ് വിലയ്ക്ക് വാങ്ങാനാകാത്തത്? സത്യം, നീതി, നന്മ എല്ലാം മഹത് വചനങ്ങളിൽ ഉറങ്ങുന്നു. എല്ലാം ഉണ്ടതിൽ. ഓക്കെ, ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയണം. ഇന്ന് റോഷിപാൽ എന്ന ഞങ്ങളുടെ മാധ്യമപ്രവർത്തകനെ കോടതി വളപ്പിൽ വെച്ച് ദിലീപ് അനുകൂലികൾ എന്ന് സംശയിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വന്ന് നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ സമയത്തും റോഷി പറഞ്ഞൊരു വാചകം തന്നെയാണ് റിപ്പോർട്ടറിന്, എഡിറ്റോറിയൽ ടീമിനും പ്രേക്ഷകരോട് പറയാനുള്ളത്. അതിജീവിതയ്ക്കൊപ്പമാണ്. ഇന്നലെയും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇനി നാളെയും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. അതിജീവിതയുടെ സ്വകാര്യതയെ നഷ്ടപ്പെടുത്തി ഒരു നടപടിയും എടുക്കാത്ത ജുഡീഷ്യറിയുടെ തീരുമാനം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിജീവിതയെ വേട്ടയാടിയ ആളുടെ സ്വകാര്യതയെക്കുറിച്ച് കരയുന്നതിൽ ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് അവരോടുള്ള ശക്തമായ പ്രതിഷേധവും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. റോഷിക്കൊപ്പം തന്നെയാണ് റിപ്പോർട്ടർ. അന്ന് മുതൽ ഈ നിമിഷം വരെയും ആ വാർത്ത ചെയ്തത് എങ്ങനെയാണോ അതേ രീതിയിൽ നാളെകളിലും തുടരും. വിധി പ്രതീക്ഷിച്ചതോ എന്നതായിരുന്നു ചോദ്യം. 2 പേർ യെസ്, 2 പേർ നോ. Meet the editors.